വിഴിഞ്ഞം മുക്കോലയിൽ അദാനി തുറമുഖത്തേക്ക് വന്ന ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ചു വീണ് ഗുരുതര പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു. മുക്കോല സ്വദേശിയും BDS വിദ്യാർത്ഥിയുമായ അനന്തുവാണ് മരിച്ചത്. സുനിഷ അയ്യലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, ഏറെ ദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗുരുതരമായാണ് പരിക്കേറ്റിരുന്നത് ഈ വിദ്യാർത്ഥിക്ക്. എപ്പോഴാണ് മരണം സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? വിനീത, അല്പസമയം മുമ്പാണ് അനന്തുവിൻ്റെ മരണവാർത്ത അറിയുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ വിഴിഞ്ഞം മുക്കോലയിൽ ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി വന്നിരുന്ന ലോറിയിൽ നിന്നും കല്ല് തെറിച്ച് വീഴുകയായിരുന്നു. അനന്തുവിൻ്റെ തലയിലേക്ക് കല്ല് പതിഞ്ഞാണ് തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നാലെ തന്നെ നെയ്യാറ്റിൻകരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുമ്പാണ് മരിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഴിഞ്ഞത്തേക്ക് തുറമുഖത്തേക്ക് കല്ലുമായി കൊണ്ടുപോകുന്ന ടിപ്പർ ലോറി നാട്ടുകാരിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കല്ല് തെറിച്ചു പോകുന്നത്. പിന്നാലെ തന്നെ ടിപ്പറിന്റെ അമിത വേഗതയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നതാണ് നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. അതേസമയം തന്നെ ഈ ടിപ്പറിൽ അമിതമായി ലോഡ് കയറ്റിയിരുന്നു എന്നൊരു ആക്ഷേപം കൂടി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. ഈ ടിപ്പർ പോവുക, യാതൊരു സുരക്ഷയും ഇല്ലാതെയാണോ ഈ ലോഡ് കയറ്റി കൊണ്ടുപോകുന്നത്? പ്രത്യേകിച്ച് ഒരു സ്കൂട്ടർ യാത്രികന്റെ ദേഹത്തേക്ക് കല്ല് തെറിച്ചു വീഴുക, അതായത് ഇത്രയും ഭാരമുള്ള കല്ലുകളായിരിക്കുമല്ലോ കൊണ്ടുപോവുക. ഒട്ടും സുരക്ഷിതമല്ലാതായാണോ ഇത്തരത്തിൽ ലോഡുകൾ കൊണ്ടുപോകുന്നത് അവിടെ? തീർച്ചയായും അത് തന്നെയാണ് നാട്ടുകാരും ഇപ്പോൾ ആരോപിക്കുന്നത്. വലിയ രീതിയിൽ അമിത വേഗത, അതേസമയം തന്നെ ലോഡ് അമിതമായി കയറ്റിക്കൊണ്ടു പോകുന്നു. ഇതിനെതിരെ കൃത്യമായ നടപടി വേണമെന്നായിരുന്നു. നേരത്തെ ഈ പകൽ സമയങ്ങളിൽ ഇത്തരത്തിൽ ടിപ്പർ ലോറികൾ പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒരു ചർച്ചയടക്കം നടന്നിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല. അതൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഏത് സമയത്തും ഈ ടിപ്പറിൽ കരിങ്കല്ലുമായി കൊണ്ടുപോകാമെന്നുള്ളൊരു സാഹചര്യം വന്നിരിക്കുന്നത് എന്നതടക്കം നാട്ടുകാർ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നത്. പിന്നാലെ ഈ അദാനി പോർട്ട് അധികൃതർ ഈ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയും നാളെ രാവിലെ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. അതിൽ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി തന്നെ പ്രതിഷേധം നിർത്തിവെക്കുകയുമായിരുന്നു. പക്ഷേ അതിനിടയിലാണ് അനന്തുവിൻ്റെ മരണവാർത്ത കൂടി വരുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലേക്ക് പ്രതിഷേധം പോകുമെന്ന് നേരത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ഈ അമിത ലോഡുമായി വരുന്നതിന് കൃത്യമായ ഒരു നടപടി എടുക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ അമിത വേഗത്തിൽ ഓടുന്ന ഇത്തരം ടിപ്പറുകൾക്കെതിരെ നടപടി എടുക്കണമെന്നതാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് രീതിയിലുള്ള പ്രതിഷേധവും നടത്താനാണ് തീരുമാനം എന്നതടക്കമാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജില്ലാ കളക്ടർ നാളെ രാവിലെ ഒരു ചർച്ച നടത്താമെന്നതിലടക്കം ഒരു തീരുമാനമായിരുന്നു. ഇനി ഏത് രീതിയിൽ ഇവർ പ്രതിഷേധിക്കും, ഇത്തരത്തിൽ സ്ഥിതി ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ തുടരെ ഇതേ രീതിയിൽ അമിത വേഗത്തിലൊക്കെ തന്നെയും ടിപ്പർ ലോറികൾ വരുന്നുണ്ട് എന്നതാണ്. അതിനെതിരെ കൃത്യമായ ആക്ഷൻ എടുക്കാത്ത പക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ്. ഇത്തരത്തിൽ അമിതമായി ലോഡ് കയറ്റി കൊണ്ടുപോകുന്നു, ടിപ്പർ അമിത വേഗത്തിലാണ് ടിപ്പറുകൾ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ ഉന്നയിച്ചിട്ടും ഒരു ജീവൻ പൊലിയേണ്ടി വന്നു നടപടികളിലേക്ക് കടക്കാൻ എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സുനിഷ അയ്യലൂരാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ